നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞിട്ടുള്ളത് ഏത് ഹോളിവുഡ് സ്റ്റുഡിയോനെയാണ്? വേറെ ആരുമല്ല, അത് വാർണർ ബ്രോസ് ആണ്. വാണം ബ്രോസ് എന്നാണ് നമ്മൾ ഇത്രയും വിളിച്ചോണ്ടിരുന്നത്. കാരണം എന്താണ്, അവരുടെ കയ്യിലിരിപ്പ് തന്നെയാണ്. ഇങ്ങനെ ഒരാവശ്യമില്ലാത്ത സിനിമ എടുക്കും, ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ളതിനെ ക്യാൻസൽ ചെയ്യും. ഓരോ തോന്നിവാസങ്ങളാണ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ 2025 വാർണർ ബ്രോസ് തൂത്ത് വാരിയിട്ടുണ്ട്. ബോക്സ് ഓഫീസ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് വേണോ അതുണ്ട്, ക്വാളിറ്റി സിനിമകൾ വേണോ അതുണ്ട്, എക്സ്പെരിമെന്റൽ മൂവീസ് വേണം അതുണ്ട്, എല്ലാം ഉണ്ട്. ഒരു ഡ്രീം ലൈനപ്പ് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു ഐറ്റമാണ്. അമ്മാതിരി ലിസ്റ്റാണ് വാർണർ ബ്രോസിന് ഈ കൊല്ലമുള്ളത്. എല്ലാം ജെയിംസ് ഗണ്ണിന്റെ ഐശ്വര്യം എന്ന് വേണമെങ്കിൽ പറയാം. ലിസ്റ്റിൽ ആദ്യത്തെ F1 അറിയാലോ, അമ്മാതി സിനിമ, കുറെ പൈസയും കിട്ടി, ഏതാ പടം. രണ്ടാമത് അവരുടെ ഓൾമോസ്റ്റ് ഒരു ബില്യൺ അടിച്ച മൈൻക്രാഫ്റ്റ് സിനിമ. അടുത്തത് നമ്മുടെ സൂപ്പർമാൻ ആണ്. പൊളിയായിരുന്നു. ഒരുപാട് കളക്ഷൻ ഒന്നും കിട്ടിയില്ലെങ്കിലും നല്ലൊരു സ്റ്റാർട്ടായിരുന്നു ഡീസിന്റെ. അടുത്തത് സിന്നേഴ്സ് ആയിരുന്നു. വൻ കളക്ഷൻ കിട്ടി. ഒരു ചെറിയ ബഡ്ജറ്റിൽ എന്താണ് ചെയ്തിരിക്കുന്നത്, ഇഷ്ടം പോലെ പ്രോഫിറ്റ് അതിൽ നിന്നുണ്ടാക്കി. നോക്കിക്കോ, അടുത്ത വർഷം മ്യൂസിക്കിനുള്ള ഓസ്കാർ മിക്കവാറും സിന്നേഴ്സിന് കിട്ടും. ഇനി നമ്മുടെ ഹൊററിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്പെരിമെന്റൽ മൂവി വെപ്പൻസ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, ക്വാളിറ്റി ഐറ്റം. അതേപോലെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസും അത്യാവശ്യം ഒരു പോപ്കോൺ മൂവി തന്നെയാണ്, കണ്ടിരിക്കാം. വർത്ത് ഓഫ് മണി നമുക്ക് പറയാം. അവസാനം ഇറങ്ങിയ കോൺജൂറിങ് ലാസ്റ്റ് റൈറ്റ്സും നല്ലൊരു ഫെയർവെൽ മൂവി ആയിരുന്നു. കോൺജൂറിങ് ഫ്രാഞ്ചൈസിയോട് ടാറ്റ ബൈ ബൈ പറയുന്ന സിനിമ. അവസാനം വിട്ടുപോയത് മിക്കി 17 ആണ്. വലിയ ബോക്സ് ഓഫീസ് ഹിറ്റൊന്നും ആയില്ല, പക്ഷെ ഏതാ സിനിമ, ബോങ് ജൂൻ ഹോ തകർത്തിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങോട്ട് കണക്ട് ആയില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ എക്സ്പെരിമെന്റൽ മൂവി ആയിട്ട് ഒരു കിഡിലൻ സിനിമ കണ്ടത് കമ്പാനിയൻ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. നൈസ് സിനിമ. ഇനി ഉടനെ റിലീസ് ആവാൻ പോകുന്നത് ഡിക്കാപ്രിയോന്റെ സിനിമയാണ്, പോൾ തോമസ് ആൻഡേഴ്സന്റെ ഒരു മടങ്ങി വരവ്, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നുള്ളത്. അതും നൈസ് തന്നെ ആയിരിക്കും. ട്രെയിലറിലൊക്കെ വളരെ പ്രോമിസിംഗ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇത്രയും കിഡിലൻ പ്രൊജക്ട്സ് വാർണർ ബ്രോസ് ഇക്കൊല്ലം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇത്രയും കാലം ഒന്നും ചെയ്യാണ്ടിരുന്നവർ ഇത്രയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ച് സമാധാനിക്കുക. ഇനി ഇങ്ങനെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി നല്ല നല്ല സിനിമകൾ കാണാൻ പറ്റും. ഇത് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല, അവരും കൂടി വിചാരിക്കണം, അത്രേ ഉള്ളൂ.